പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോ ഈ പ്രോഗ്രാമിൽ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ ഞാൻ പറഞ്ഞപ്പോൾ പല ആൾക്കാരും എന്നെ നിരുത്സാഹപ്പെടുത്തി നെഗറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞു. ഞാൻ വന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? വന്നത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റെ മോനെ അപ്പൊ അതുപോലെയല്ല ഒരുപാട് പിള്ളേർക്ക് അവനെ ഇഷ്ടമാണ്. ബിഗ് ബോസ് എന്ന് സിജോനെ ഇടിച്ചിട്ട് ബിഗ് ബോസ് തൂക്കി വെളിയിൽ കളഞ്ഞ നമ്മുടെ റോക്കി ബായ് അങ്ങനെ ഇപ്പൊ തൊപ്പീനെയും ഇടിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ റോക്കി ബായ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇത്രയും കോമഡി പീസ് ആയിട്ടുള്ള വേറൊരാൾ ഉണ്ടാന്ന് തന്നെ സംശയമുണ്ട്. കാര്യം അമ്മാതിരി കോമഡി പീസ് ആയിട്ടാണ് ഈ റോക്കി കിടന്ന് കാണിച്ചിരിക്കുന്നത്. കാര്യം പുള്ളി പുറത്ത് വന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ കുപ്പിക്ക് 10 ലക്ഷം രൂപയുണ്ട്, മേടിക്കുന്നവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി തരും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി തള്ളുകളും അങ്ങനത്തെ എല്ലാ പരിപാടികളും നടന്നിട്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ തൊപ്പി ഒരു ലൈവിനകത്തേക്ക് ഈ ആറാട്ടാണനെയും അതേപോലെ അലിൻ ജോസ് പെരേരനെയും റോക്കിനെയും കൂടെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഹൈപ്പൊക്കെ തൊപ്പി കൊടുത്തായിരുന്നു. അതായത് ഭയങ്കര എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുന്നു. പക്ഷെ പറഞ്ഞ രീതിക്കുള്ള ഭയങ്കര സംഭവമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ലൈവ് തീരാറായപ്പോഴത്തേക്കും തൊപ്പിയും പോട്ടെ നമ്മുടെ റോക്കി ചൂടാവുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അതായത് മെയിനായിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ തൊപ്പി കയറി റോക്കിയുടെ മറിഞ്ഞിരുന്നു. ഈ നിസ്സാര പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇടിയൊക്കെ. അപ്പോൾ നമുക്ക് അത് തന്നെ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഇപ്പോഴും റോക്കിനെ കാണുന്നില്ല. റോക്കി ചെറുതായിക്കൊണ്ടാടാ, റോക്കിനെ കാണാത്തതാ തമാശ. റോക്കി കാര്യം അൺകംഫർട്ടബിൾ ആണ് വണ്ടിയിലിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? കംഫർട്ടബിൾ ആണ് വണ്ടിയിലിരുന്നു. ലോകത്തിൻ കഥയറിയാതെ ഒന്നിച്ച് 100 ദിവസം കാണുന്നവർ ആരാണോ, വീഴുന്നവർ ആരാണോ? ജാസ്മിൻ മാത്രം കപ്പടിക്കില്ല ബിഗ് ബോസ്. അതിന്റെ ഒരു കമന്റിനുള്ള ഒരു റിപ്ലൈ കൂടെ ചെയ്തു തരണം. മനസ്സിലായോ? ഇപ്പൊ റോക്കി ചെറുതാണ് അല്ലെങ്കിൽ റോക്കി പറഞ്ഞല്ലോ. മീൻസ് എനിക്കങ്ങനെ വലുത് ചെറുതൊന്നുമില്ലടാ. എനിക്കങ്ങനെ വലുത് ചെറുതൊന്നുമില്ല. ഇനി 7 അടി ഉള്ളവനായിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? എനിക്ക് ഒരു വലുതും ചെറുതൊന്നുമില്ല. പിന്നെ ഞാൻ ചെറുതാണോ ഞാൻ വലുതാണോ ഒന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്റെ ജീവിതത്തിൽ. എനിക്ക് അതിന്റെ ആവശ്യമേ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ് ഒന്നും വേണ്ട. പിന്നെ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് അങ്ങ് മറ്റേ സൈസും അങ്ങ് ഇതുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിചാരം ഉണ്ടെങ്കിൽ അങ്ങനെ ആരും വിചാരിക്കണ്ട. നല്ല ആണത്തോ നല്ല തന്റെടോ ഉണ്ടെങ്കിൽ ഇവിടെ സൈസിലോ കാര്യത്തിലോ ഹൈറ്റിലോ വെയിലോ ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നെഞ്ചു വിരിഞ്ഞാ അതുകൊണ്ട് അങ്ങനെ ഇരിക്കത്തുള്ളൂ. മനസ്സിലായി? കമന്റ് വായിച്ചതല്ല, നീ പറഞ്ഞതാ. 2-3 പ്രാവശ്യം ഓക്കെ. അപ്പൊ തൊപ്പി നൈസായിട്ട് റോക്കിനെ നോക്കണ രീതിക്ക് സംസാരിച്ച, അതായത് തൊപ്പി അതായത് റോക്കി ചെറുതാണല്ലോ എന്നുള്ള രീതിക്ക് റോക്കിനെ ഇപ്പോഴും കാണുന്നില്ല എന്നുള്ള രീതിക്ക് തൊപ്പി പറഞ്ഞു. അപ്പൊ ആ ഒരു കമന്റിനോട് ഞാൻ അങ്ങനെ വലിയ രീതിക്ക് യോജിക്കുന്നില്ല. കാര്യം നമ്മളിപ്പോ തൊപ്പിയുടെ ലൈവിനകത്ത് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു സംഭവം ഈ നമ്മുടെ റോക്കിനോട് ഞാൻ ഇവിടെ ചോദിക്കുന്നത് റോക്കിനോടാണ്. റോക്കി എന്ത് കണ്ടിട്ടാണ് ഈ തൊപ്പിയുടെ ലൈവിനകത്ത് പോയത്? തൊപ്പി എങ്ങനെയുള്ള ഒരാളാണ്? ഈ തൊപ്പിയുടെ ലൈവാണ്, അപ്പൊ ഇതൊക്കെ ഉണ്ടാവും, ഇങ്ങനെ രീതിക്കാണ് തൊപ്പിയുടെ ലൈവ് പോകണമെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ഒരാളുടെ ലൈവിനകത്തേക്ക് പോകാൻ. അല്ലാണ്ട് ഇപ്പൊ അയാൾ വിളിച്ച് അപ്പൊ അയാൾ ഇത്ര പൈസ തരാന്ന് പറഞ്ഞ് അപ്പത്തേക്ക് അങ്ങോട്ട് ഓടിച്ചല്ല. അത് എന്ത് ലോജിക്കാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഈ ചൂടാവല് സംഭവം കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ബിഗ് ബോസിന്റെ അവിടെ ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോ ഈ പ്രോഗ്രാമിൽ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ 1-2 ആൾക്കാർ ഞാൻ പറഞ്ഞപ്പോൾ പല ആൾക്കാരും എന്നെ നിരുത്സാഹപ്പെടുത്തി നെഗറ്റീവ് പറഞ്ഞു. ഞാൻ വന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? വന്നത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റെ മോനെ അപ്പൊ അതുപോലെയല്ല ഒരുപാട് പിള്ളേർക്ക് അവനെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അറിഞ്ഞത് ഈ ലൈവിന് തൊട്ട് മുന്നേ വരെ റോക്കിന്റെ മാനേജർ എന്റെ മാനേജറിനെ വിളിച്ച് നിരന്തരം പൈസ ബാക്കി എന്നുള്ള രീതിയിൽ ഇതുണ്ടായിരുന്നു. അപ്പം എന്നെ കാണാൻ വേണ്ടി കിക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മളല്ല കിക്ക് കൊടുക്കുന്നതാണ്. അതെ അതാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്റെ പൈസ മോഹിച്ചിട്ടല്ല ഞാൻ വന്നത്. അതായിരിക്കില്ല, പക്ഷെ അതുകൊണ്ട് കാരണമാണ്. അതാണ് പൈസ വാങ്ങേണ്ടി വരണം. അതാണ് പൈസ വാങ്ങേണ്ടി വരണം. അങ്ങനെ ചെയ്യില്ല. ഞാൻ പറയുന്നത് ഒറ്റ കാര്യം ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ അങ്ങനെയൊന്നല്ല. റോക്കിക്ക് എല്ലാം പുല്ലായിരിക്കും. ഓക്കെ റോക്കിക്ക് എല്ലാം പുല്ലായിരിക്കും. ഞാൻ പറയുന്നത്
പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം. ക്യാഷിന്റെ കാര്യം ഇവിടെ ഇല്ല, ഞാൻ സംസാരിക്കാൻ കാരണമുണ്ട്. നിനക്കൊരു ക്വാളിറ്റി സംസാരിക്കാനുള്ള കാരണം റോക്കി പറഞ്ഞു എനിക്ക് വേണ്ടി വന്നത് മാനിപ്പുലേറ്റീവ് ആയിട്ട് എല്ലാം കാരണമാണ്. തന്ന ആ ഒരു പേയ്മെന്റിനെ മോഹിച്ചിട്ടല്ല. നീ ആദ്യം എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറയാ ഇത് പേയ്മെന്റ് ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എമൗണ്ട്. നൈസായിട്ട് ഒരു റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി. കാര്യം പുള്ളി അവിടെ ഞാൻ തൊപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തൊപ്പി നൈസായിട്ട് പറഞ്ഞു, അതായത് നീ എന്നെ കാണാനാണ് വന്നതെങ്കിൽ പിന്നെ എന്തിന് നിന്റെ മാനേജർ ഈ വന്നതിന് തൊട്ട് മുന്നേ വരെ എന്റെ മാനേജറിനെ വിളിച്ചിട്ട് പൈസ ഇട് എന്ന് പറഞ്ഞിരുന്ന. അപ്പൊ പൈസ മോഹിച്ചാണ് റോക്കി വന്നത് എന്നുള്ള സാധനം തൊപ്പി അവിടെ അങ്ങനെ പറയാണ്ട് പറഞ്ഞു. അപ്പൊ ആ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് റോക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റോക്കി അവിടെ നിന്ന് അങ്ങ് ചൂടാവാൻ തുടങ്ങി. നീ എന്തിനാണ് അമ്മാതിരി വർത്താനം പറയുന്നത്? പിന്നെ പൈസ മേടിച്ചിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നീ ഭയങ്കര രീതിക്കുള്ള ന്യായീകരണമൊക്കെ അടിച്ചിട്ടിരിക്കുന്നത് അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞെന്നും പറഞ്ഞ് റോക്കി ഇവിടെ നിന്ന് ഒഫൻഡഡ് ആവണ്ടേ? ഉറപ്പായിട്ട് നമ്മളൊരു പണി ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ള ശമ്പളം മേടിക്കുക എന്നുള്ളത് അത് മാന്യമായിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞെന്നും പറഞ്ഞ് റോക്കി മാറിപ്പോളും. അപ്പൊ ഈ റോക്കി കിടന്ന് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബാക്കി എനിക്കിപ്പം അലനോ അല്ലെങ്കിൽ ആറാട്ടോ ആണനോ ഒന്നും എനിക്ക് അങ്ങനെ ഒരാൾ വലിയ ആൾ ഒരാൾ ചെറിയ ആള് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കഴിവുള്ള ആദ്യം പറഞ്ഞത് റോക്കി കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളിൽ ഉണ്ടാവും, അറ്റൻഡ് ഉണ്ടാവും, മാനേജറിന്റെ ഫോൺ ഉണ്ടാവും. കാരണം ആദ്യം പറഞ്ഞത് വേറെ എന്റെ ലെവലിൽ വേറെ ആൾക്കാർ കൊണ്ടുവരാൻ പറ്റില്ല. വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ ഇവര് രണ്ടുപേരാണെന്ന് പറഞ്ഞത്. സോ അപ്പോഴേ എനിക്ക് നിങ്ങൾ പറഞ്ഞവരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ മാനിപ്പുലേഷൻ മീൻസ് സംസാരിക്കാൻ വിടുന്നില്ല. ബിഗ് ബോസ് പോലെയാണ് അല്ലെ സംസാരിക്കാൻ വിടുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇത് സംസാരിക്കാതെ സമ്മതിക്കില്ല. ഞാൻ സോറി പറയാൻ ശ്രമിച്ചിട്ട് പോലും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അല്ല അങ്ങനെ ഇത് സംഭവിക്കില്ല. ഞാൻ ക്യാമറയിൽ പറഞ്ഞതാണ് മൈ മിസ്റ്റേക്ക്. ഓക്കെ മൈ മിസ്റ്റേക്ക്. അങ്ങനെ കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ ഞാൻ എല്ലാ ചാറ്റിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഞാൻ എന്റേതായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ ചാറ്റിൽ ഇതിപ്പോ ഇവിടെ ഈ ലൈവ് തുടങ്ങിയിട്ട് ഇത്രയും സമയം ഇവിടെ 1 ലക്ഷം അല്ലെങ്കിൽ ഒരു 50,000 ചാറ്റ് സംസാരമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ ഇവിടെ അത്രയും എല്ലാവരും നമുക്ക് ചിക്കി ചേർന്നില്ല. അതിൽ ഓരോന്ന് കാണുന്നത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ എന്തായാലും എന്ത് കേട്ടാലും ഓക്കെ സോറി മൈ മിസ്റ്റേക്ക്. എല്ലാവരും റോക്കി ചാറ്റ് വായിക്കോ? അപ്പൊ പിന്നെ വായിക്കാറില്ല. അത്യാവശ്യം വിദ്യാഭ്യാസം കൊണ്ടുവരാ വായിക്കാറില്ല അത്യാവശ്യം വിദ്യാഭ്യാസം. പൊന്ന് തൊപ്പി ഇങ്ങനെ ഇരുന്ന് ശവത്തി കുത്തരുത്. ഇമാതിരി ഊക്കും മേടിച്ചിട്ട് അവിടെ ഇരിക്കണേണ് പാവം. അപ്പോഴും പറയണേ അവന്റെ കമന്റ് വായിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് റോക്കി പറഞ്ഞേ എനിക്ക് വായിക്കണ്ടെന്നൊക്കെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇരുന്നപ്പോഴത്തേക്കും തൊപ്പി പറയണേ എന്താ വായിക്കാൻ അറിയില്ലേ ഇത്. അപ്പൊ ഇമാതിരി ഊക്ക്, അതായത് റോക്കിക്ക് എല്ലാ സ്ഥലത്തും, അതായത് ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ റോക്കിക്ക് ഊക്ക് കഴിഞ്ഞിട്ട് നേരമില്ല. കാര്യം അമ്മാതിരി ഇതാണ് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ തൊപ്പിയുടെ ഇന്നും കിട്ടി അത്യാവശ്യം നല്ല രീതിക്ക് വയറിറച്ചി കിട്ടിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം മേടിച്ചു. അവിടെ നിന്ന് ഭയങ്കര ചൂടായി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോണതല്ല, കയ്യൊക്കെ കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. അതും കൂടെ നോക്കുന്നത്. ഒരാള് വിളിച്ചിട്ട് ഇപ്പൊ നമ്മൾ വിളിച്ച് അപമാനിക്കുക എന്ന് പറയുന്ന സംഭവം അത് ഭയങ്കര മോശമല്ലേ അല്ലേ? എന്തിനാണ് നമ്മൾ വിളിക്കുന്നത്? നമ്മുടെ ഓക്കെ ഒരു ഇന്റർവ്യൂ ആയിരുന്നാലും ശരി, ലൈവ് ആയിരുന്നാലും ശരി, നമ്മുടെ ഒരു അതിഥിയല്ലേ, ഒരാളുടെ അതിഥിയല്ലേ. അപ്പൊ അതിഥി ദേവോ ഭവ അല്ലേ? അപ്പം നമ്മളൊരു അതിഥിയെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യണം, അല്ലാതെ അപമാനിച്ചല്ല അവിടെയുള്ളത്. സോ എനിക്ക് പ്യൂർലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്കുണ്ട് ഊക്കുക എന്ന് പറയും. ആൾക്കാരെ വിളിച്ചിട്ട് ഊക്കി വിടുക എന്നുള്ള സംഭവമുണ്ട് അല്ലെ? ആക്കി വിടുക എന്ന് ചില സ്ഥലത്ത് പറയും, ചിലടത്ത് ഊക്കി വിടുക എന്ന് പറയും. ആ ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഊക്കാൻ വേണ്ടിയിട്ട് തൊപ്പി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ തൊപ്പിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ ചൂണ്ടയിൽ കൊടുക്കാൻ പറ്റിയ ഒരാളല്ല റോക്കി. ഓക്കെ അത്രേ ഉള്ളൂ. തൊപ്പിയുടെ ചൂണ്ടയിൽ കൊടുക്കാൻ പറ്റിയ മീനല്ല റോക്കി. എന്റെ പൊന്നോ മാസ്, എന്റെ രോമങ്ങൾ എണീറ്റ് 2 റൗണ്ട് ഓടിയിട്ട് വന്നു. അമ്മാതിരി മാസാണ് ഇവിടെ റോക്കി പറഞ്ഞത്. ഈ റോക്കി ഉണ്ടല്ലോ, റോക്കി എന്ന് പറഞ്ഞാൽ അതൊരു മാസ് മെറ്റീരിയൽ ആണ്. വെറുതെ അല്ല അങ്ങേരെല്ലാവരും റോക്കി ബായ് എന്ന് വിളിക്കണം. എന്റെ പൊന്നോ ഇങ്ങേരെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത വല്ല ഇന്റർവ്യൂവിന് അതോ വല്ലയിടത്തും ചെന്നിട്ട് അവിടെ നിന്ന് മേടിച്ചു കൂട്ടും കുറെ ഊക്ക്. അപ്പൊ ഈ എല്ലായിടത്തും ഒരു ഊക്ക് സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ റോക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പൊ ഈ തൊപ്പിയുടെ കാര്യം ആയതുകൊണ്ട് ഇതിപ്പോ പ്രാങ്ക് ആണ് അല്ലെങ്കിൽ ഒറിജിനൽ ആണ് അതൊന്നും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. കാര്യം തൊപ്പിയുടെ തന്നെ മുന്നത്തെ ഇനോഗ്രേഷന്റെ സംഭവം നടന്നപ്പോൾ തന്നെ എനിക്ക് തൊപ്പിനോടുള്ള എല്ലാ മതിപ്പും അങ്ങോട്ട് പോയി കിട്ടി. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ തൊപ്പി വന്നിട്ട് പറയും അതൊരു പ്രാങ്ക് ആയിരുന്നു ഗൈസ് എന്നൊക്കെ വേണമെങ്കിൽ വന്നിട്ട് പറഞ്ഞേക്കാം. അപ്പൊ അതെന്തായാലും ഈ തൊപ്പീനെ ഇനിയിപ്പോ ആരെങ്കിലും പിടിച്ച് ഇടിച്ചാലും നമുക്ക് ഇപ്പൊ റോക്കി തന്നെ ഇപ്പൊ തൊപ്പിനെ പിടിച്ച് ഇടിച്ചേർന്നെങ്കിലും ഞാൻ കണ്ടപ്പോ ഞാൻ ചിലപ്പോൾ പറഞ്ഞേനെ അതൊരു പ്രാങ്ക് ആണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞേനെ. എന്റെ തൊപ്പിയുടെ ഇപ്പോഴത്തെ ഇരിപ്പ് വശമൊക്കെ അങ്ങനെയാണ്. അപ്പൊ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.